നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് പഴുത്തതാണ്. തോല് പച്ചനിറമാണെങ്കിലും ഉള്ളൊക്കെ നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ്. നമുക്ക് ആദ്യം മാങ്ങയുടെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാൻ മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ മാങ്ങ കറി വയ്ക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മാങ്ങേൻ്റെ അണ്ടി കൂടി ഇടുന്നതായിരിക്കും. പിന്നെ മാങ്ങയിൽ ഇതുപോലെ മാങ്ങണ്ടിയിൽ കുറച്ച് മാങ്ങയും ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കറി വെച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ആദ്യം മാങ്ങയൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഇതുപോലെ ഒരു ചട്ടിയിലാണ് ഞാനിന്ന് മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത്. നമ്മുടെ നാടൻ കറികളൊക്കെ റെഡിയാക്കുമ്പോൾ നമ്മൾ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്താണ് മാങ്ങ വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. നമുക്കിനി മാങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തീ കുറച്ച് വെച്ച് വേവിക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് മെഷർമെൻറ്റ് പറയുവാണെങ്കിൽ ചെറിയ തേങ്ങ 1 കപ്പുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, 4 പച്ചമുളക്, 8 ചെറിയുള്ളി. അത് തീരെ കുഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ 8 എണ്ണം എടുത്തത്. വലുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ 3 അല്ലെങ്കിൽ 4 കഷ്ണം എടുത്താൽ മതി. നമുക്കിനി ഇത് എല്ലാം കൂടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാങ്ങ വെന്തതിന് ശേഷം നമ്മൾ ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മാങ്ങ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിക്സിൻ്റെ ജാറിലേക്ക് അരപ്പുണ്ടാവും. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഈ അരപ്പ് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ പാകത്തിനാക്കുക. തൈര് ഇനി ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ചെറുതായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചിടാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കാം. വറ്റൽമുളക് നടുവൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. മാങ്ങപ്പഴം ഉള്ളവർ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും.